തെന്നിന്ത്യൻ സിനിമാലോകം വരെ അസൂയയോടെ നോക്കിയിരുന്ന യുവതാര ദമ്പതികളായിരുന്നു സാമന്തയും നാഗചൈതന്യയും. ഇരുവരും ഏകദേശം 7 വർഷത്തോളം പ്രണയിച്ച ശേഷം വിവാഹിതരായി. 4 വർഷത്തോളം ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ച ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു. പേരില് നിന്നും നാഗചൈതന്യയുടെ കുടുംബ പേരായ അക്കിനേനി സാമന്ത വെട്ടിമാറ്റിയതോടെയാണ് സാം ചായൽ ദാമ്പത്യത്തില് പ്രശ്നങ്ങളുണ്ടെന്ന് ആരാധകർ മനസ്സിലാക്കിയത്. വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം വിഷയത്തില് നാഗചൈതന്യയെക്കാള് സാമന്തയാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. സാമന്ത നാഗചൈതന്യയെ ബഹുമാനിച്ചില്ലെന്നും കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറായിരുന്നില്ലെന്നും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ചിരുന്നുവെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങള് സാമന്തയ്ക്ക് നേരെയുണ്ടായി. ആരോപണങ്ങള് നിരന്തരം ഉയർന്നപ്പോഴെല്ലാം സാമന്ത കഴിയുന്നത്ര ശാന്തയായിരുന്നു. ഒരു ഘട്ടമെത്തിയപ്പോള് സാമന്ത തന്നെ ഗോസിപ്പുകളോട് ശക്തമായി പ്രതികരിച്ചു. വിവാഹമോചിതനായി 1 വർഷത്തിനുള്ളില് നാഗചൈതന്യയും നടി ശോഭിതയും പ്രണയത്തിലായി. ഇക്കഴിഞ്ഞ ഡിസംബർ 8-ന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയില് വെച്ചായിരുന്നു നാഗചൈതന്യയുടെയും ശോഭയുടെയും വിവാഹം. ആദ്യ വിവാഹത്തില് സംഭവിച്ച തെറ്റുകള് രണ്ടാം വിവാഹ ജീവിതത്തില് സംഭവിക്കരുതെന്ന് നാഗാർജുന നാഗചൈതന്യയെയും ശോഭിതയെയും വിളിച്ച് ഉപദേശിക്കുകയും ചില നിബന്ധനകള് ഇരുവർക്കും മുന്നില് വെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിവാഹമോചനശേഷം കരിയറിന് ശ്രദ്ധ കൊടുത്ത സാമന്ത ബോളിവുഡില് അടക്കം തിരക്കുള്ള നായികയാണിപ്പോള്. അതേസമയം നാഗചൈതന്യയുമായുമൊത്തുള്ള ദാമ്പത്യം ആരംഭിച്ച ശേഷം നൽകിയ അഭിമുഖത്തില് തന്റെ ഭർത്താവ് വീട്ടില് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് സാമന്ത ഒരു അഭിമുഖത്തില് വെളിപ്പെടുത്തിയിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലെത്തിയാല് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനേതാക്കള്, താരങ്ങള് എന്നിങ്ങനെയുള്ള ഇമേജ് ഇല്ല. നീ ഒരു സാധാരണ വീട്ടമ്മയാണെന്ന് ഓർക്കണം. വീട്ടുപകരണങ്ങളും പാചക സാമഗ്രികളും ഉണ്ടോയെന്ന് നോക്കി വാങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ചായ എന്നോട് പറയും. ഒരു സാധാരണ ഭർത്താവായി മാത്രമേ വീട്ടില് വന്നാല് നാഗചൈതന്യ പെരുമാറൂ എന്നാണ് സാമന്ത മുമ്പൊരിക്കല് പറഞ്ഞത്. ഇരുവരും തമ്മില് സ്വഭാവത്തില് അടക്കം വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നാഗചൈതന്യ ജീവിതത്തില് നിന്നും പോയതോടെ സാമന്തയുടെ കളിയും ചിരിയും കുട്ടിത്തവുമെല്ലാം ഇല്ലാതായെന്നും നിറഞ്ഞ ചിരിയോടെ സാമന്തയെ കണ്ടിട്ടില്ലെന്നുമാണ് ആരാധകർ പറയാറുള്ളത്. ഇടയ്ക്കിടെ അഭിമുഖങ്ങളില് പ്രത്യക്ഷപ്പെടുമ്പോള് നാഗചൈതന്യയുമായുള്ള ദാമ്പത്യത്തില് സംഭവിച്ചതിനെ കുറിച്ച് സാമന്ത തൊട്ടും തൊടാതെയും സംസാരിക്കാറുണ്ട്. എന്നാല് നാഗചൈതന്യ ഒരിക്കല് പോലും മുൻഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. നാഗചൈതന്യയുമായുള്ള ബന്ധം വേർപെടുത്തിയെങ്കിലും നാഗാർജുന, അമല, അഖില് എന്നിവരുമായും അക്കിനേനി കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളുമായും നല്ല ബന്ധത്തിലാണ് സാമന്ത.